വണ്ടിയിൽ മിഠായിയുടെ ബോക്സുകൾ നിറച്ചു വെക്കാൻ പറ്റുമോ അത്രത്തോളം ബോക്സുകൾ നിറച്ചുകൊണ്ട്, എത്രത്തോളം ഡ്രസ്സുകൾ ഓരോരുത്തരുടെ കയ്യിലും കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഡ്രസ്സുമായിട്ട്, ഏറ്റവും മൂല്യമുള്ള ആഭരണങ്ങൾ കൊടുക്കാൻ പറ്റുമോ ആ ആഭരണവുമായിട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ കൊടുക്കാൻ പറ്റുമോ ആ മൊബൈൽ ഫോണുമായിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ ആദ്യ പകുതി നാം പൂർത്തിയാക്കുകയും അവസാനത്തെ 10ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും റമദാനിന് മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചില ആളുകൾ റമദാൻ വന്നതിന് ശേഷം നമ്മിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളേറെ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാനിൽ ആരോഗ്യത്തോടുകൂടി ഊർജ്ജസ്വലരായിക്കൊണ്ട് അനേകം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ജാഗ്രതയോടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കുന്നതിൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട സെഷനുകളൊക്കെ ഇവിടെ നടക്കും, സംസാരങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളെക്കുറിച്ചാണ്. ഇമ്പമേറും കുടുംബം അല്ലേ? കുടുംബത്തിന് ഇമ്പമുണ്ട് എന്നാണ് പറയാറുള്ളത്. ഇമ്പമുള്ള കുടുംബമാകും ഏറ്റവും മനോഹരം എന്നാണ് പറയാറുള്ളത്. ചെറിയൊരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവർക്ക് അതേറെ അപമാനമുള്ളൊരു കാര്യമായിരുന്നു. ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇസ്ലാം വന്നതോടു കൂടിയിട്ട് അതെല്ലാം മാറുകയും അങ്ങനെ നമ്മളൊക്കെ ഒരുപാട് കാലം മുന്നോട്ട് സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു. കുറച്ചു മുന്നേ വരെ പെൺകുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഉപ്പമാരെ മനസ്സിൽ വല്ലാത്ത ആധി ഉണ്ടായിരിക്കും, ഒരു ടെൻഷൻ പോലെ അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്? പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന സമയത്ത് പൊന്നും പണ്ടവും ഒക്കെ കൊടുത്ത് കെട്ടിച്ചയക്കണമെന്നുള്ള വല്ലാത്തൊരു ആധി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ഒരവസ്ഥയും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ പറയുന്നത് ആൺകുട്ടികൾ ജനിക്കുന്ന സമയത്താണ് പേടി എന്ന. കാരണം എന്താന്ന് നിങ്ങൾ പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കല്യാണപ്രായം എത്തി നിൽക്കുന്ന ആൺകുട്ടികളുള്ള ഉമ്മമാർക്കത് ഉപ്പമാർക്കുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എന്താ കാരണം? ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല. നമ്മളെ സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉമ്മ പറയായിരുന്നു, മാട്രിമോണി ഗ്രൂപ്പുകളിലൊക്കെ മുഴുവൻ വരുന്നത് ആൺകുട്ടികളുടെ ഡീറ്റെയിൽസാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് ആളുകൾ ഒന്നാകെ അതിൻ്റെ പിന്നാലെ കൂടുകയാണെന്ന്. അത്രക്കും ഡിമാൻഡാണ് പെൺകുട്ടികൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടി ജനിക്കുകയും അവൾ വളർന്നു വരികയും ചെയ്യുന്നൊരു സാഹചര്യം എത്ര മനോഹരമായിട്ടാണ് നമ്മൾ അതിനെ നോക്കിക്കാണുന്നത്. ആൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ സംസാരവും അവളുടെ പെരുമാറ്റവും നോട്ടവും നടത്തവും ഇരുത്തവും നമുക്കെല്ലാവർക്കും ഏറെ കൺകുളിർമ പകരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് അവളെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കാനാകുമ്പോൾ അപ്പോഴും നമ്മളെ മനസ്സിൽ വല്ലാത്തൊരു ആധി ഉണ്ടാവും. എൻ്റെ മകള് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്
അവൾക്ക് എന്തെങ്കിലും ബാധിക്കുമോ എന്ന വല്ലാത്ത ടെൻഷന് നമുക്കുണ്ടാകും. അങ്ങനെ അവൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കാനൊക്കെ ആയി എന്ന് തോന്നുന്ന സമയത്ത് അത്രയധികം കാലം ഉപ്പയുടെ ചിറകിലിങ്ങനെ കഴിഞ്ഞു കൂടിയിരുന്ന അവള് മറ്റൊരു പുരുഷനിലേക്ക് അവളെ പറഞ്ഞയക്കാണ്. അത് വല്ലാത്തൊരു സന്ദർഭമാണ് അല്ലേ? പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചിട്ടുള്ള ഉപ്പമാർക്കും ഉമ്മമാർക്കും അത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? തൻ്റെ കൈകളിൽ നിന്ന് മറ്റൊരു പുരുഷനിലേക്ക് സാക്ഷികളെ മുൻനിർത്തിക്കൊണ്ട് ആ പെൺകുട്ടിയെ ഇങ്ങനെ ഏൽപ്പിക്കുന്നൊരു സന്ദർഭം വല്ലാതെ വേദന ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വ്യത്യസ്തമായിട്ടുള്ള രണ്ട് സാഹചര്യങ്ങളിൽ കഴിയുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ചിന്തകൾ എല്ലാം വ്യത്യസ്തമാണ്. ഒരാൾക്ക് ബിരിയാണി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവന് കുഴിമന്തി കഴിക്കാനാവും ഇഷ്ടമുണ്ടാവുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അവൾക്ക് പിങ്ക് നിറമാണ് ഇഷ്ടമെങ്കിൽ അവന് ഗ്രീൻ കളറായിരിക്കും ഇഷ്ടമുണ്ടാവുക. ഇങ്ങനെ ഓരോ കാര്യത്തിലും വളരെയേറെ വ്യത്യസ്തതകൾ നിറഞ്ഞ രണ്ടാളുകളാണ് എന്ത് ചെയ്യുന്നത്, കൂടിച്ചേരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ വീട്ടിൽ നമ്മളെ ഹസ്ബൻഡുമാരെ, വീട്ടിലുള്ള ആണുങ്ങളെ നമ്മൾ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ പോയി തിരഞ്ഞു നോക്കാൻ വേണ്ടി ഏൽപ്പിക്കും. അതൊന്ന് എടുത്തു കൊണ്ടുവരീന്ന് പറയും. ഇവർ ഫ്രിഡ്ജ് തുറന്നാൽ എത്ര നോക്കിയാലും അത് കാണൂല. അപ്പം നമ്മൾ പറയും, ഓ ഞാനത് അവിടെ തന്നെ വെച്ചതാണ്, ഞാൻ വന്നത് അപ്പം തന്നെ കിട്ടും എന്ന് പറയും. പിന്നെയും അവർ തിരഞ്ഞാൽ കിട്ടൂല. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ തന്നെ എന്തുണ്ടാവും, ആ സാധനം ഉണ്ടാവും അല്ലേ? അപ്പം നമ്മളിങ്ങനെ വല്ലാതെ പരാതി പറയും. ശരിക്കും ഒരു ആണിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ആണ്. ഒരു ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് കഴിയുള്ളൂ. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിഷൻ വിശാലമാണ്. ഒരേ സമയം തന്നെ എല്ലാം നോക്കിക്കാണുവാനും മനസ്സിലാക്കുവാനും അവൾക്ക് സാധിക്കുമെന്നതാ. അതുപോലെ തന്നെ രാത്രിയിൽ ചെറിയ മക്കളൊക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലാവും, രാത്രിയിൽ കുട്ടി ഉറക്കത്തിൽ നിന്നും ഉണരുന്ന സമയത്ത് ചെറിയ ശബ്ദം കേട്ടാൽ പോലും സ്ത്രീകൾ പെട്ടെന്ന് എണീക്കും. എന്നിട്ട് ആ ചെറിയ കരച്ചിലിങ്ങനെ ആർത്ത് കരയാൻ തുടങ്ങും. അപ്പം നമ്മൾ പറയും, കണ്ടില്ലേ കൂർക്കം വലിച്ചുറങ്ങണേ അല്ലേ? ആര്? നമ്മളെ വീട്ടിലെ നമ്മളെ ഭർത്താക്കന്മാർ. അവരത് കേൾക്കുന്നില്ല. അപ്പം നമ്മൾ പിറ്റേ ദിവസം പറയും, ഇന്നലെ രാത്രി എത്രയാ കുട്ടി കരഞ്ഞത്, നിങ്ങളത് കേൾക്ക പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ പരാതി പറയും. പക്ഷേ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അതിലും വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. അവരുടെ കേൾവിയിൽ ചെറിയ ശബ്ദങ്ങൾ പോലും കേൾക്കുവാനുള്ള കഴിവ് നൽകിയിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. ഒരു പൂച്ച കരയുമ്പോൾ അത് എവിടെ നിന്നാണ് കരയുന്നത് എന്ന് വേഗത്തിൽ മനസ്സിലാവുക പുരുഷന്മാർക്കാണ്. എന്നാൽ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുള്ളത് സ്ത്രീകൾക്കുമാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലും വളരെയധികം വ്യത്യാസത്തോടു കൂടിയിട്ടാണ് ആണിനെയും പെണ്ണിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയേറെ വ്യത്യസ്തതകളും വൈജാത്യങ്ങളും നിറഞ്ഞ ഒരാണിനെയും പെണ്ണിനെയും ഒരുമിപ്പിക്കുന്ന വ്യവസ്ഥയാണ് നമ്മൾ വിവാഹം, മാരേജ് എന്നൊക്കെ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഇവർ പരസ്പരം വസ്ത്രങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ്? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധത്തിലേക്ക് രണ്ട് മനോഹരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആയത്താണ് സൂറത്തു റൂമിലെ 21-ാമത്തെ ആയത്ത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ
വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്തിനു വേണ്ടിയിട്ടാണ് ആണിനെയും പെണ്ണിനെയും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളാക്കി സൃഷ്ടിച്ചിട്ടുള്ളത്? സക്കീനത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ, സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ആ സക്കീനത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 2 സമ്മാനങ്ങൾ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേകമായി നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് 2 സമ്മാനങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന് മവദ്ദത്താണ്, മറ്റൊന്ന് റഹ്മത്താണ്. മവദ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം എന്നാണ് അർത്ഥം അല്ലേ? ശരിക്ക് അള്ളാഹുവിന് ഹുബ്ബ് എന്ന പദം അവിടെ ഉപയോഗിക്കാമായിരുന്നു. സ്നേഹത്തിന് നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു വാക്കാണല്ലോ ഹുബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹുബ്ബ് എന്ന വാക്ക് അള്ളാഹുവിന് അവിടെ പ്രയോഗിക്കാമായിരുന്നു. പക്ഷേ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മവദ്ദ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മവദ്ദ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള, ഒരു വ്യവസ്ഥയുമില്ലാത്ത സ്നേഹം, വളരെയധികം വികാരങ്ങൾ തോന്നുന്ന വൈകാരികമായിട്ടുള്ള പ്രണയത്തിനെയാണ് നമ്മൾ മവദ്ദ എന്ന് പറയാം. വിവാഹമൊക്കെ കഴിഞ്ഞ് ആദ്യ നാളുകളിൽ നമുക്കുണ്ടാകുന്നൊരു പ്രത്യേക സ്നേഹമുണ്ടല്ലേ? കൂടെ ഇരിക്കാനും ഒരുമിച്ചിരുന്ന് ഒരുപാട് സമയം സംസാരിക്കുവാനും തൻ്റെ ഇണയുടെ വാക്കുകൾ കാതോർത്ത് കേൾക്കുവാനും എല്ലാത്തിനും നമുക്ക് സമയമുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇപ്പം നിങ്ങൾക്ക് ഒന്നിനും നേരമില്ല പറയൂലേ? ഇപ്പോൾ നിനക്ക് ഒന്നിനും നേരമില്ല, എപ്പോഴും നീ കിച്ചണിൽ ബിസിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബിസിനസ്സിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ, എപ്പോഴും കച്ചവടത്തിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ, എന്നെ ഒന്ന് കേൾക്കുവാൻ നിങ്ങൾക്ക് സമയമില്ല എന്ന് നമ്മൾ പറയും. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു ഹണിമൂൺ സ്റ്റേജിൽ, അതായത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ അള്ളാഹു നമുക്കിട്ട് തരുന്ന പ്രത്യേക തരം സ്നേഹത്തിന് പറയുന്ന പേരാണ് മവദ്ദ എന്നുള്ളത്. എന്നാൽ പിന്നെ അള്ളാഹു പറയുന്നുണ്ട്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. പിന്നെ ഇട്ട് തരുന്നത് എന്താണ്? റഹ്മത്താണ്. ഈ റഹ്മത്തിലേക്ക്, ഈ കാരുണ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്നും ചില പരിശ്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതായത് ആ സ്നേഹം ഇങ്ങനെ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ, ആ ദാമ്പത്യ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ട്, ഒരു പരിശ്രമം അതിന് നാം കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇത്രയധികം മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ വിവാഹത്തെ കണ്ടുപോകുന്നത്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനറേഷൻ സെഡ് എന്ന് പറയുന്ന, നമ്മൾ ജെൻസി എന്ന് പറയുന്ന പുതുതലമുറയുണ്ടല്ലേ, അവർക്ക് ഈ വിവാഹത്തെ അവർ ഇത്രത്തോളം മൂല്യമുള്ള ഒന്നായിട്ട് കണക്കാക്കുന്നുണ്ടോ? നമ്മൾ അവരോട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും എന്താണെന്നറിയോ? എനിക്ക് ക്രിഞ്ചാവുന്നു എന്ന. അതായത് വിവാഹത്തോടും അതുമായി ബന്ധപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാനും അവരാരും താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മക്കൾ ഈ വിവാഹത്തോട് വൈമുഖ്യം കാണിക്കുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയും, ഞാൻ ഫൈനാൻഷ്യലി ഒന്ന് സെറ്റിലാവട്ടെ, എൻ്റെ കരിയർ ഒന്ന് സെറ്റാവട്ടെ, ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ, ഇന്ന ജോലി ഒന്ന് എനിക്ക് കിട്ടട്ടെ, അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഞാൻ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുള്ളൂ എന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചിന്ത അവരിൽ വന്നു വയ്ക്കാൻ കാരണം? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങളൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ? ആരൊക്കെ സദസ്സിൽ യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട്? ഏതായാലും നോമ്പൊക്കെ നോറ്റ് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു സമയമല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം. ആരൊക്കെയുണ്ട്? ഒന്ന് കൈ ഉയർത്തിയാൽ മതി. റമളാനിൽ നിന്നൊന്നും ഞാൻ ചോദിച്ചില്ല, എല്ലാ കാലത്തും യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ നല്ലതും ആവാം. ഓക്കെ, നമ്മളൊക്കെ തന്നെയും യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന ആളുകളാണ്.
നമ്മൾ യൂട്യൂബ് തുറക്കുന്ന സമയത്തെ യൂട്യൂബിൻ്റെ ഫീഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഞാനൊരു ദിവസം മെനക്കെട്ടിരുന്ന് എൻ്റെ ഉമ്മാൻ്റെ യൂട്യൂബ് ഫീഡൊന്ന് തുറന്നു നോക്കി, യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ അതിൽ മുമ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അതിൽ റമളാൻ ആയതിനു ശേഷം എന്താ ഒരുപാട് ഖുർആൻ ക്ലാസ്സുകളുണ്ട് അല്ലേ? റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് റമളാനിലേക്ക് എങ്ങനെ ഒരുങ്ങാം 5 ടിപ്സ് അല്ലേ? അല്ലെങ്കിൽ അടുക്കളയിലെ പണികൾ എത്ര മനോഹരമായി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, അതിന് വേണ്ട 10 ടിപ്സ്. ഞാൻ എൻ്റെ റമളാന് വേണ്ടിയിട്ട് എൻ്റെ വീട് ഈ രൂപത്തിലാണ് ക്ലീൻ ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നിങ്ങളും ഉപയോഗിച്ച് നോക്കൂ, നിങ്ങളെ വീട്ടിൽ മിറാക്കിൾ സംഭവിക്കും. ഈ രൂപത്തിലുള്ള വീഡിയോകളാണ് നമ്മളൊക്കെ യൂട്യൂബിൽ വരുന്നത് അല്ലേ? പുരുഷന്മാരിൽ എന്താ വരിക എന്നുള്ളത് എനിക്ക് അറിയില്ല, ഞാൻ ഇപ്പോൾ സ്ത്രീകളുടെ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും നമ്മൾ യൂട്യൂബിൽ ഉണ്ടാവുക. പിന്നെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അത് തഴച്ചു വളരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കണം, ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളും അങ്ങനെ ഓരോരുത്തർക്കും താല്പര്യമുള്ള വീഡിയോകൾ ആയിരിക്കും യൂട്യൂബിൽ ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മക്കളുടെ കയ്യിലും എന്തുണ്ട്? സ്മാർട്ട് ഫോൺ ഉണ്ട് അല്ലേ? അവരുടെ യൂട്യൂബിലെ ഫീഡിലും ഈ രൂപത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും അല്ല അല്ലേ? റമളാൻ ആയിക്കഴിഞ്ഞാൽ റമളാൻ മഴ പോലെ പ്രഭാഷണങ്ങൾ അവരുടെ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാവോ? ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടാവോ? അടുക്കളയിൽ ഉമ്മാനൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോകൾ അവർ കാണുന്നുണ്ടാവോ? ഇല്ല. മറിച്ച് എന്താ ഉണ്ടാവുക? റമളാൻ വരുമ്പോൾ പെൺകുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടാവും എസ്തെറ്റിക് ആയിക്കോട്ടെ, എങ്ങനെ നമുക്ക് റൂം ഡെക്കോർ ചെയ്യാം, പിൻട്രസ്റ്റ് വൈബിൽ നമുക്ക് നമ്മുടെ റൂം ഒന്ന് സെറ്റ് ചെയ്യാം, ഇതായിരിക്കും പെൺകുട്ടികളിലൊക്കെ ഉണ്ടാവുക. ആൺകുട്ടികളിലോ ഏതൊക്കെ ഭക്ഷണങ്ങൾ, ഏതൊക്കെ ഓഫറുകളാണ് റമളാനിൽ ഉണ്ടാവുക, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഏതൊക്കെ പള്ളികളിൽ ഏത് രൂപത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും അവരിലുണ്ടാവുക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ യൂട്യൂബിൽ വരുന്ന വീഡിയോകളും അവരെ യൂട്യൂബിൽ വരുന്ന വീഡിയോകളും വ്യത്യസ്തമാണ്. അവർ കാണുന്ന ലോകവും നമ്മൾ കാണുന്ന ലോകവും തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല അവരും ചിന്തിക്കുന്നത്. അവരുടെ റീലുകളിലെ ടൈറ്റിലായി വരുന്നത് ആദ്യം ജോലി പിന്നെ കല്യാണം എന്നതാണ്. അവരുടെ ഷോർട്സിൽ ആദ്യം സ്വന്തം കാലിലൊന്ന് നിൽക്കാം, എന്നിട്ട് മതി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ എന്നതായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ വിവാഹത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ ശക്തമായി നടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ മക്കൾ കാണുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന സമയത്ത് അവരെ മനസ്സിലുണ്ടാവും ഇതൊക്കെ ശരിയാണ്, കല്യാണം ഒരു ട്രോമയാണ്, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളാണ്, ഉത്തരവാദിത്തങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്, അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇപ്പോഴൊന്നും ആലോചിക്കുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. ഒരിക്കൽ റമളാനിന് മുമ്പ് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരു ദമ്പതികളും അതുപോലെ തന്നെ ഒരു മകനും ഇരിക്കുന്നുണ്ട്. ആ മകൻ്റെ പ്രായം എന്ന് പറയുന്നത് 6 വയസ്സാണ്, ഏകദേശം ഒരു 6 വയസ്സാണ്. അപ്പോൾ ഈ അമ്മയും അച്ഛനും അവർക്ക് സ്വസ്ഥമായിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ മൊബൈൽ ഫോണ് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമാണ് അല്ലേ? നമ്മളൊക്കെ ഹോട്ടലിലിരിക്കുമ്പോഴെങ്കിലും സമാധാനത്തിലൊന്ന് ഭക്ഷണം കഴിക്കട്ടെ, കല്യാണ വീട്ടിൽ പോകുമ്പോഴെങ്കിലും ഞാൻ മനസ്സമാധാനത്തോടൊന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മൊബൈൽ ഫോണ് കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെ ആ 6 വയസ്സുകാരൻ മൊബൈൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് റീൽസും ഷോർട്സും ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, യൂട്യൂബിലെ ഷോർട്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ആ കുട്ടി കാണുന്നതിനിടയിൽ
ഒരു വീഡിയോ വന്നു. അപ്പം ഞാനത് കേൾക്കാനിടയായി. അതിൽ പറയുന്നത് ഒരു കോമഡി ആയിട്ടുള്ള നമുക്കൊക്കെ ചിരി വരുന്നൊരു വീഡിയോ ആണ്. അതുണ്ടായിരുന്നത് ഇങ്ങനെയാണ്: ബിഫോർ മാരേജ്, കല്യാണത്തിന് മുമ്പ് ആദ്യം ആ പെൺകുട്ടി ഇങ്ങനെ പാറി പറക്കുന്നു. എന്നിട്ട് വിവാഹത്തിന് ശേഷം ആ പെൺകുട്ടി വീട്ടിലെ പാത്രം കഴുകുന്നു, അലക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു. അപ്പോൾ അതിനു മുമ്പ് ഒന്നും ചെയ്തിരുന്നില്ല, കല്യാണത്തിന് ശേഷം അവൾ ഇങ്ങനെ ആയി മാറി എന്ന രൂപത്തിലുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു തമാശ നിറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളൊക്കെ ആ വീഡിയോ കാണുന്ന സമയത്ത് ഒന്ന് ചിരിച്ചു തള്ളും അല്ലേ? അത്രയും നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ ഈ 6 വയസ്സുള്ള ഈ മകൻ്റെ മനസ്സിൽ ആ വീഡിയോ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്തായിരിക്കുമെന്ന് ഞാനൊരു വേള ആലോചിച്ചു പോയി. അപ്പം ഇത് തന്നെയാണ്, നമ്മൾ കാണുന്ന വീഡിയോകൾ നമ്മുടെ മക്കൾ കാണുന്ന സമയത്ത് അവരുടെ ചിന്തയെ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്ന രൂപത്തിലാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ വിവാഹത്തിലെ കാര്യത്തിൽ അവരിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാതൃകാപരമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം അവർ കണ്ടുപഠിക്കുന്നില്ല എന്നതാണ്. അവരാരെയാ കണ്ടുപഠിക്കുന്നത്? അവരുടെ ഉമ്മാനും ഉപ്പാനും അല്ലേ? അതായത് നമ്മളെയാണ് അവർ കണ്ടുപഠിക്കുന്നത്. അപ്പം നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും റിലേഷൻഷിപ്പ് എങ്ങനെയാണോ ആ രൂപത്തിലാണ് അവർ അവരുടെ വിവാഹത്തെ സങ്കല്പിക്കുന്നത്. എൻ്റെ ഉമ്മയും ഉപ്പയും ഒരിക്കൽ പോലും മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ കല്യാണം കഴിക്കുന്നത്? ഉപ്പ പണിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും, പത്രവും വായിച്ചുകൊണ്ട് കാലും ചേറ്റടിമ കയറ്റിയിട്ട് ഇങ്ങനെ ഒരു വായന ഉണ്ട് ഉപ്പാക്ക്. ആ സമയത്ത് ഉമ്മ എന്തായിരിക്കും? ഇഫ്താറിന് വേണ്ടിയിട്ട് വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കും. ഒരു പക്ഷെ കുട്ടി കിടന്ന് അലറി കരയുന്നുണ്ടാവും. കുട്ടിയെ ആരും നോക്കുന്നത് അവർ കാണുന്നുണ്ടാവില്ല. അങ്ങനെ ഉമ്മ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് കാണുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും അനുഭവിക്കുന്ന വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ എന്തിനു കടക്കണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരെയും അവരിങ്ങനെ നോക്കും. ഇത്താത്തയും അളിയനും തമ്മിലുള്ള ബന്ധം, ഇക്കാക്കയും ഇക്കാക്കയുടെ ഭാര്യയും തമ്മിലുള്ള ബന്ധം, അയൽവാസികളിലുള്ള ദമ്പതിമാരുടെ ബന്ധം, സമൂഹത്തിലുള്ള ദമ്പതിമാരുടെ ബന്ധങ്ങൾ, ഇതൊക്കെ അവർ കണ്ടു മനസ്സിലാക്കും. അപ്പം അവർക്ക് ബോധ്യപ്പെടും, ഇത് ഒരേടാക്കൂടാണ്, ഇതിനു വേണ്ടി ഞാൻ ശ്രമിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ അവരെത്തിച്ചേരും എന്നതാണ്. ഇനി ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം വേണമല്ലോ അല്ലേ? വെറുതെ നമ്മൾ ഈ രൂപത്തിൽ കുട്ടികൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് വിവാഹത്തിന് മുതിരാത്തത്, വൈമുഖ്യം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത്? ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. എത്രയും മനോഹരമായിട്ടാണ് വിവാഹ ജീവിതത്തെ ഇസ്ലാം നോക്കിക്കാണുന്നത്. അവിടെ മവദ്ദയും റഹ്മയും ഒക്കെയുണ്ട്. ആ രൂപത്തിലുള്ള വിവാഹ ജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ തഴച്ച് വളരേണ്ടതുണ്ട്. അത് കണ്ടു വളരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിവാഹത്തിന് വേണ്ടി വൈമുഖ്യം കാണിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്താണ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ നിയമാവലികൾ? ആദ്യം പരസ്പരം കാണണം അല്ലേ? അതായത് നമ്മൾ ഒരു വരനെ അല്ലെങ്കിൽ വധുവിനെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്കനും പെണ്ണും പരസ്പരം കാണുക എന്നുള്ളതാണ്. ആ കാണാൻ പോകുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് തീരുമാനമായി എന്നറിഞ്ഞാൽ തന്നെ ഏത് രൂപത്തിലുള്ള കാണാൻ പോക്കാണ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാവാറുള്ളത്? ഒരു പാക്കറ്റ് അല്ലെങ്കിൽ 2 പാക്കറ്റ് മിഠായി കൊടുക്കുന്നതിന് പകരം ഇന്ന് എത്രത്തോളം വണ്ടിയിൽ മിഠായിയുടെ ബോക്സുകൾ നിറച്ചു വെക്കാൻ പറ്റുമോ അത്രത്തോളം ബോക്സുകൾ നിറച്ചുകൊണ്ട്, എത്രത്തോളം ഡ്രസ്സുകൾ ഓരോരുത്തരുടെ കയ്യിലും കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഡ്രസ്സുമായിട്ട്, ഏറ്റവും മൂല്യമുള്ള ആഭരണങ്ങൾ കൊടുക്കാൻ പറ്റുമോ ആ ആഭരണവുമായിട്ട്,
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ കൊടുക്കാൻ പറ്റുമോ, ആ മൊബൈൽ ഫോണുമായിട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ അടുത്ത് ഒരു പെൺകുട്ടി ഐഫോൺ ലഭിക്കാത്തതിൻ്റെ പേരിൽ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പെൺകുട്ടികളുടെ ലക്ഷ്യം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പായിക്കൊണ്ട് ഐഫോൺ കിട്ടും, അതുകൊണ്ട് കല്യാണം കഴിക്കാം എന്നതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്, അപ്പോൾ നല്ല വൈബാക്കാൻ പറ്റും, അതുകൊണ്ട് കല്യാണം കഴിക്കാം എന്നതാണ് അവരാലോചിക്കുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണ് എന്ന് കൃത്യമായി അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത്, പെൺകുട്ടികളെ മറ്റൊരു വരനിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ പെൺകുട്ടികൾക്ക് സമ്മാനം കൊടുക്കാമെന്നാണ് പറയാം, അല്ലേ? ഇപ്പോൾ ഗോൾഡിന് വില കൂടിയതുകൊണ്ട് അതിലൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. എന്നാലും നമ്മളുടെ എല്ലാ ആസ്തിയും എല്ലാം വിറ്റുകൊണ്ട് അവർക്ക് എത്രത്തോളം സ്വർണം കൊടുക്കാൻ പറ്റും, ആ രൂപത്തിൽ നമുക്കിനി ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ടില്ല, നമ്മളിനി ജപ്തിയിലായാലും വേണ്ടില്ല, നമ്മളിനി കടക്കാരായാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹമൂല്യം എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിവാഹ സമ്മാനം എന്നതിൻ്റെ പേരിൽ എത്രയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ നിയമം അതല്ലല്ലോ. പുരുഷൻ വിവാഹമൂല്യം നൽകിക്കൊണ്ട് അവളെ സ്വീകരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലേ? പാരിതോഷികമായിക്കൊണ്ട് നീ അവൾക്ക് മഹർ കൊടുക്കണം എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത് അവളിൽ നിന്ന് വാങ്ങാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അവൾ ഇഷ്ടത്തോടു കൂടിയിട്ട് നിനക്ക് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ നൽകട്ടെ, അല്ലാതെ അവളിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള ഒരു അവകാശവും ആർക്കുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ കൃത്യമായിക്കൊണ്ട് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ ഒരു പുരുഷന് ലഭിക്കേണ്ട അവകാശങ്ങൾ, അവൾ നിർവഹിക്കേണ്ട ബാധ്യതകൾ, അവൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ ചെറുപ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവൾക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. അവൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും സമ്പാദിക്കുന്നുണ്ടെങ്കിലും ശരി, അവളെ പോറ്റുന്നതിന്, അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിന്, അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതിന്, അവളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം നൽകുക എന്നത് ഓരോ പുരുഷൻ്റെയും ഉത്തരവാദിത്തമാണ്. ചെറുപ്പം മുതലേ ആൺകുട്ടികളെ നമ്മൾ ഇത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും പെൺകുട്ടികൾ കാല് കയറ്റി വെക്കുമ്പോൾ നമ്മൾ പറയും, അന്യ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള പെണ്ണാണ്, അല്ലേ? അവൾ കാല് വെക്കുന്നത് നോക്കിയേ, വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു പെണ്ണാണ്, അവളെ സംസാരവും പെരുമാറ്റമൊക്കെ ഒന്ന് നോക്കിയേ, നിനക്ക് എന്തെങ്കിലും പണി അറിയോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് പണി പഠിപ്പിക്കുന്നൊരു സമ്പ്രദായം പണ്ട് മുതൽക്കേ നമ്മളിലുണ്ട്. എന്നാൽ ആൺകുട്ടികൾക്ക് ഈ രൂപത്തിലുള്ള ഒരു കോച്ചിങ്ങും ഒരു രൂപത്തിലുള്ള ശിക്ഷണവും നമ്മൾ നൽകുന്നില്ല എന്നത് ഏറെ അപകടം സൃഷ്ടിക്കുന്ന കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വേണ്ടി അവൻ ഏതൊക്കെ രൂപത്തിലോ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ ആ രൂപത്തിലൊക്കെ അവൾക്ക് നൽകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് പുറത്തു പോകുമ്പോൾ, അല്ലേ, അവന് ഷവർമ കഴിക്കുന്നുണ്ടെങ്കിൽ അതേ രൂപത്തിലുള്ള ഭക്ഷണം അവൾക്കും വാങ്ങിക്കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അവൻ നല്ലൊരു ബ്രാൻഡഡ് ഷർട്ട് ധരിക്കുന്നുണ്ടെങ്കിൽ അതേ മൂല്യത്തിലുള്ള വസ്ത്രം അവൾക്കും നൽകാൻ അവൻ ബാധ്യസ്ഥനാണ്. ഈ രൂപത്തിൽ സ്ത്രീക്ക് ഏതൊക്കെ അവകാശങ്ങളാണോ ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുള്ളത്, പുരുഷന് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണോ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ആ രൂപത്തിൽ അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മൾ നൽകേണ്ടത് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കലാണ്. പിന്നെ നമ്മൾ സംസാരിച്ചു തുടങ്ങേണ്ടത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കലാണ്. പുരുഷൻ്റെ ഉത്തരവാദിത്തം നേരത്തെ നമ്മൾ പറഞ്ഞു, അല്ലേ? സ്ത്രീക്ക് ജീവനാംശം കൊടുക്കുക, അല്ലേ? അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, സാമ്പത്തിക ബാധ്യത പുരുഷനാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്?
വിവാഹം കഴിഞ്ഞാൽ ഒരു സ്ത്രീ കുഞ്ഞിനെ ഗർഭം ധരിക്കുക, പ്രസവിക്കുക, കുഞ്ഞിനെ മുലയൂട്ടുക, അതിനെ പരിചരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ശിക്ഷണം നൽകുക, അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളിൽ കൂടെ ഉണ്ടാവുക, ഇതെല്ലാമാണ് ഒരു പെൺകുട്ടിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇന്ന് ഫെമിനിസം പോലുള്ള തിയറികൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വീട്, കുടുംബം എന്നത് ഒരു തടവറയാണ്. കാരണം എന്താ? അവിടെ കുട്ടികളെ നോക്കണം. എത്ര ബുദ്ധിമുട്ടുള്ള ഏർപ്പാടായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. ഈ ചങ്ങലകളിൽ നിന്ന് നിങ്ങൾ അതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാസിക്കുൽ മലായിക്ക എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ, അറബി സാഹിത്യകാരൻ്റെ ഒരു കഥയുണ്ട്. നബീൽ, ഹുദ എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളാണ് അതിലുള്ളത്. ഇതിൽ ഹുദ ഏറെ താല്പര്യത്തോടു കൂടിയിട്ടാണ് വിവാഹത്തിന് സമ്മതിച്ചിട്ടുള്ളത്. എന്നാൽ നബീൽ അവൻ്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് വിവാഹത്തിന് മുതിരുന്നത്. അങ്ങനെ നബീലും ഹുദയും വിവാഹമൊക്കെ കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ അവരിയ്ക്കുമ്പോൾ നബീൽ പറയാണ്, ഹുദ, നമുക്ക് കുട്ടിയൊന്നും വേണ്ട, കുട്ടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹുദ പറയാണ്, അത് നിങ്ങൾക്കുള്ളൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങളെ നല്ല രൂപത്തിൽ പരിചരിക്കുക, അതുവഴി എനിക്കുണ്ടാകുന്ന എൻ്റെ കുഞ്ഞിനെ നല്ല രൂപത്തിൽ വളർത്തുക എന്നതാണ്. അതുവഴി എനിക്കെൻ്റെ ഇഹലോകത്തും പരലോകത്തും വിജയം കരസ്ഥമാക്കണമെന്ന് ഹുദ പറയുന്നുണ്ട്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഹുദ ഗർഭിണിയാകുന്നു. സ്വാഭാവികമായിട്ടും 9 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിക്കുന്നുണ്ട്. അങ്ങനെ പ്രസവിച്ച് ലേബർ റൂമിൽ നിന്നും അതിൻ്റെ പുറത്ത് ഉണ്ടായിരുന്ന നബീലിന് നഴ്സ് കുഞ്ഞിനെ കൈമാറാണ്. ആ കുഞ്ഞിനെ നോക്കിയിട്ട്, കുഞ്ഞിനെടുത്തുകൊണ്ട് അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നബീൽ പറയുന്നുണ്ട്, ഹാദാ മിൻ ഫളുലി റബ്ബി, ഇതെൻ്റെ രക്ഷിതാവിൻ്റെ, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് പറയുന്നു. ശേഷം ഹുദ റൂമിലേക്ക് എത്തിയപ്പോൾ നബീലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുട്ടിയെ ഇഷ്ടമായോ എന്ന്. നബീൽ പറയുന്നു, ഈ കുട്ടിയെ കണ്ടപ്പോഴേക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും ഇതോടുകൂടി മാറി എന്നതാണ്. അതോടുകൂടി ആ കഥ അവിടെ അവസാനിക്കുകയാണ്. എത്ര മനോഹരമാണ് അല്ലേ? നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കൈകളിലേക്ക് ലഭിക്കുക എന്ന് പറയുന്നത്, ഒരു കേടുപാടും കൂടാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ നല്ല രൂപത്തിൽ നമുക്ക് പ്രസവിക്കാൻ കഴിയുക എന്നുള്ളത് എത്ര അനുഗ്രഹമുള്ള കാര്യമാണ്. നമുക്കൊക്കെ ഏറെ ആനന്ദവും സന്തോഷവും ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത് എന്ന് പറയുന്നത്. അവരുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും കളികളും എല്ലാം നമുക്കേറെ കൺകുളിർമ പകരുന്ന കാര്യമാണ്. എന്നിട്ടോ ഇന്നുള്ള ആളുകൾ പറയുന്നു, കുട്ടികളുണ്ടാവുക എന്ന് പറയുന്നത്, അവരെ പരിചരിക്കുക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. കുറച്ച് കാലം കഴിഞ്ഞാൽ അല്ലേ, പ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കുമെന്നും ഗർഭം ധരിക്കലും കുഞ്ഞിനെ പ്രസവിക്കലും മുലയൂട്ടലുമാണ് പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രവാചകൻ്റെ മാതൃകയുള്ള കുടുംബജീവിതമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയേണ്ടതുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതു രൂപത്തിലാണോ പരിചരിച്ചത്, അതുപോലെ നമുക്ക് നമ്മുടെ ഇണകൾക്ക് പരിചരണം നൽകാൻ കഴിയേണ്ടതുണ്ട്. വഹിയ് കിട്ടി ആകെ പേടിച്ചു വിറച്ച് വരുന്ന റസൂലിനോട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത്, കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദൻ, അല്ലാഹു ഒരിക്കലും അങ്ങേ വിട്ടൊഴിയുകയില്ല, അതുകൊണ്ട് അങ്ങ് സന്തോഷിക്കുക എന്നതാണ്. എത്ര മനോഹരമായിട്ടുള്ള വാചകമാണ് അല്ലേ? ഈ രൂപത്തിൽ നമ്മുടെ ഇണയെ കെയർ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എത്ര മനോഹരമായിട്ടുള്ള ദാമ്പത്യ ജീവിതമായിരുന്നു അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്, ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം.
ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ നിന്നും വെള്ളം കുടിച്ച് അതവിടെ വെച്ച് അതേ ഭാഗത്ത് നിന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിക്കാറുണ്ടായിരുന്നു. ആ ഭാഗത്ത് തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിക്കാറുണ്ടായിരുന്നു. അവർ പരസ്പരം ഓട്ട മത്സരം സംഘടിപ്പിക്കാറുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ വിനോദങ്ങളും രസങ്ങളും കളികളുമെല്ലാം നിറഞ്ഞ ജീവിതമായിരിക്കണം നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകേണ്ടത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുജോലികളിൽ അവരുടെ സ്ത്രീകളെ സഹായിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ സ്ത്രീകൾ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന സമയത്ത് നമുക്ക് കഴിയുന്ന മുറപ്രകാരം അവരെ സഹായിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു കുടുംബ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ, അത് കണ്ടു വളരുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം എന്ന് പറയുന്ന സിസ്റ്റത്തോട്, സംവിധാനത്തോട് ഏറെ ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുമെന്നുള്ളത്, താല്പര്യവുമൊക്കെ തോന്നുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നല്ലൊരു കുടുംബജീവിതം, ഇമ്പമേറുന്ന കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അടുക്കൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അയൽവാസികൾ, സംഘടനാ ബന്ധുക്കൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.